குழம்பை கூட கொடுக்க சொல்லுடி. 10 ரூபாய்க்கு எல்லாம் கிடைக்கும். பத்து தோசையும் ஒரு கூடு பீடி தீப்பெட்டி. അണ്ണാ കൊഞ്ചം കോളിക്കുളമ്പും കൂടെ. കുളമ്പും കൊമ്പൊന്നുമില്ല, വേണേ ചമ്മന്തി തരാം. ഒരു ചായ എടുത്ത്. അവിടെ 18 രൂപ 25 പൈസ. 6 കൊടുക്കടാ, എന്റെ പറ്റി കൂട്ടിക്കോ. എന്താ சாப்பிடு. அப்படியே சாப்பிடக்கூடாது, இதுக்காக கேட்கலாம். அம்மா வல்லோன் தரணே சொல்லடா. அம்மா வல்லோன் தரணே சொல்லடா. சொல்ல மாட்டியா? ஏன் சொல்ல மாட்டா? அம்மா வல்லோன் தரணே சொல்ல மாட்டடா. சொல்ல மாட்டடா. ஏன் சொல்ல மாட்டேன்? എന്നാ വേണം ഒരു ഞെക്കലും ഞെരങ്ങലും. ആഹാ, സ്വയംഭൻ കിണത്തിനെ ഒളിപ്പിക്കുകയായിരുന്നുടാ. കുളിച്ചിട്ട് വാടാ. കിളന്തിനെ കൂട്ടിക്കോ. അമ്മച്ചിയെ, ഇടക്കൊരു കണ്ണ് ഇവത്തലൂടെ വേണം. ചുറ്റി തീരാറാകുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. നല്ല ചേലായി പോയി. 3-4 കയറ്റിട്ടിരിക്കുന്ന തള്ളക്കിടക്ക തന്നെ ഏൽപ്പിക്കണം കേട്ടാ. ആവാ വാന്ന് പെരുന്നാൾ സ്പെഷ്യലാ. ഞങ്ങൾക്കിടെ കപ്പ്യാരാ. നിങ്ങൾക്കിതെല്ലാം കാണാപ്പാടോ അല്ലയോ? തൊട്ടു വിട്ടോ, ഞങ്ങൾക്ക് ഇച്ചിരി മൂപ്പനെ ഏക്കു കേട്ടാ. അതൊക്കെ ആ തള്ള നോക്കിക്കോളുന്ന്. നിങ്ങളാ ക്ലാസ്സും കാട്ടെടുക്കും. ഇതൊക്കെ എന്ത് ജാതി പടമാണ്? പടമെങ്കിൽ പടം വസന്തമാളിയെ കാണണം. കൊട്ടയ്ക്കകത്ത് എന്ത് ജാതി കയ്യടിയുടെ പ്രളയമെന്നറിയാവാ? പൈലി അച്ഛൻ പറഞ്ഞ മാതാവേ, ഞാൻ പോണ്. അച്ഛനെ കപ്പ്യാര് അത് നമ്മുടെ സിലുവേലച്ഛനാണ്. അങ്ങോട്ട് മാറിയിരിക്കുന്നു. ഇച്ചിരി കാറ്റും പെട്ടോ കിട്ടാണ്. ഇത് ചുഴലിയാണ്, ചുഴലി. ഇനി അങ്ങോട്ട് പിടിക്കേ. ഈ ചെക്കൻ നമ്മുടെ മാതന്റെ മോനല്ലേ? ഈ ചെക്കൻ ഏതാണ്? രസം കളഞ്ഞു ഓരോ പോക്കണം കയറുകള്. ഇനി അങ്ങോട്ട് മൂത്ത് വരികയായിരുന്നു. ഒന്നുകൂടെ ചുറ്റി ഓടറോ. ശരിയായി കേട്ടാ.
എന്തിനാ പഠിക്കുന്നത്? ഇതൊക്കെ വെറും ട്രിക്കല്ലേ? ഈ ഷൂട്ടിംഗ് കണ്ടാ പിന്നെ ഒന്നിനും ഒരു രസം ഉണ്ടാകുകയല്ല. ഒക്കെ വെറും ക്യാമറ ട്രിക്കല്ലേ? നീ പേടിക്കണ്ട. मुझे भूख लगी है कि खाने ला दो। मुझे भूख लगी है कि खाने ला दो। അത് ശരി. എന്നാ പറഞ്ഞ? मुझे भूख लगी है कि खाने ला दो। അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ല. നീ சொன்னது எனக்கு தெரியாது. मुझे भूख लगी है कि खाने ला दो। ഇതെന്താടാ ഇത്? ഹിന്ദിയാ? ഹിന്ദി നഹി നഹി. അയ്യോ എന്റെ പടം തീർന്നു. मुझे भूख लगी है। ഓ തല്ലി പൊളിക്കാതല്ലേ തുറന്നു കിടക്കുവാ. എന്റെ ഏലിയാമ്മയെ കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ വേണോ നിങ്ങളുടെ ഈ പരേഡ്? ആ നിങ്ങളുടെ താളത്തിന് ചെറുമിക്കണേ വീട്ടിൽ നിന്ന് പെണ്ണും പിള്ളിയെ കൊണ്ടുവന്ന് നിർത്തണം. പണി 9 അടിക്കുന്നതിന് മുന്നേ എനിക്ക് 3:30 കേറി ഇറങ്ങേണ്ടതാ. ഓ സമ്മതിക്കത്തില്ല തള്ള. പിന്നെ വരുന്ന ആഴ്ച കൊടിയേറ്റാ. പെരുന്നാളിന് മുന്നേ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്റെ പൊന്നു ചേർത്തി, കാലത്തെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാശിന്റെ കണക്ക് പറയാതെ. അയ്യടാ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ തരുന്നൊരു മോൻ. എത്ര തവണ തലയിട്ട് അടിച്ചാലാ നിങ്ങളുടെ അതിന് കാശൊന്നും കിട്ടുന്നത്? എന്ത് കോണത്തിലെ പണിയല്ലേ ഇത്? നിങ്ങൾക്കൊന്ന് പതുക്കെ തൂത്തൂടെ? പോയിക്കോണെങ്കിലും. ഓപ്പറേറ്ററെ ദേ നിങ്ങളുടെ അഭ്യാസത്തെ അങ്ങ് വീട്ടിൽ കൊണ്ട് എടുത്താ മതി. എന്റെ അടുത്ത് വേണ്ട. ഞാനിതേ കുറെ കണ്ടതാ. കാശ് ചോദിക്കുമ്പോ അല്ലേലും നിങ്ങൾക്കുള്ളതാ. ഒടുക്കത്തെ ഒരു തുമ്മിക്കളി. എന്തോ ഒരു വഴിവഴുപ്പാ. വന്ന് ആറ്റിലെ വെള്ളത്തിൽ കുളിക്കാൻ പറ്റാണ്ടായി. ആ ഇപ്പൊ എല്ലാത്തിനും ഫ്രീ അല്ലയോ? ആറ്റിലെ കുളിക്ക് സോപ്പ് ഫ്രീ. നല്ല വഴിവഴുപ്പ്. അതെ, വെള്ളക്കോഴിയുടെ കാല് കഴിച്ചു പഠിക്കുമ്പോൾ ഓർക്കണം. അതിന്റെ ബണ്ടവും പടലായിട്ടായി തേച്ചു കുളിക്കുന്നു. ഒക്കെ ഇപ്പൊ ആറ്റിക്കൊണ്ട് നല്ലയോ ഇതാക്കുന്നേ. ഏത് ബാധ വന്നാലും ആദ്യം കോഴിയുടെ കഴുത്തിനാ പിടി. അതൊക്കെ ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമല്ലയോ? ജോയി, പുണ്യാളച്ചന്റെ മുമ്പിൽ നിന്ന് കാലത്ത് തന്നെ പുകച്ച് കയറ്റാതെടാ. ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടോ. നീ ആ പന്തലുകാരൻ പൗലോസിനോട് ഇത്രയിടം വരെ വന്നിട്ട് പോകാൻ പറഞ്ഞോ? ഓ അർത്തങ്ക പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാ അതെല്ലാം അപ്പൊ തന്നെ പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ പറഞ്ഞേ. ആവോ ഉള്ളതാച്ചോ. ഫിലിം ഷോയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ചെന്ന് ചോദിക്കേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പെരുന്നാൾ വന്നും കയറാറായല്ലോ അച്ചോ. നമ്മുടെ ഫിലിം ഷോയുടെ കാര്യം ഒന്നും ഓ പറഞ്ഞു. അതിപ്പോ TV തുറന്നാ നിറയെ അത് തന്നെയല്ലേ. രാമായണവും മഹാഭാരതവും ഒക്കെ കണ്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന കാണാൻ പോലും ആളില്ല. പിന്നെ നിന്റെ പഴയ മിശാചാരി അല്ലച്ചോ, സല്ലാവും മണിച്ചിത്രത്താഴും കുട്ടിച്ചാത്തനും ഒക്കെ ഉണ്ട്. 5-8 കൊല്ലമായിട്ട് മുടങ്ങാതെ പള്ളി പെരുന്നാളിന് എന്നെ ഫിലിം ഷോ ഉള്ളതാ. അപ്പൊ ടൈറ്റാനിക് ആയാലോ? താൻ ഒരു കാര്യം ചെയ്യും, നല്ല പുതിയ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റോറി പറഞ്ഞോ. വൈകുന്നേരം പുളിങ്കുന്ന് തന്നെയല്ലേ കളി? അപ്പൊ ഞാൻ അതുവഴി അങ്ങ് വന്നേക്കാം. മാപ്പിളേ, ഇതെന്നാ മാപ്പിളെ? ആകപ്പാടെ ഒരു ഷക്കീലാമയം. എടോ, കാലം മാറുമ്പോ കോലവും മാറണമല്ലോ. മത്തായി മാപ്പിള കോലം അങ്ങ് മാറി. മാപ്പിള കള ഒന്ന് മാറ്റി ചവിട്ടി. ഇതിന്റെയൊക്കെ ഒരു ചെറിയ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ്. ഈ വീഡിയോ റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും വ്യാജനും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചിന്ന 16mm പടങ്ങൾ ആർക്കാ വേണ്ടേ? ദേ ഈ ബിറ്റെല്ലാം ഹിറ്റാ, നല്ല ഡിമാൻഡാ. അപ്പൊ പഴയ പടങ്ങളൊക്കെ നിർത്തിയോ? എവിടെ, ഒക്കെ ഒരു മറ വേണ്ടേടോ. നമ്മുടെ ഷക്കീലയ്ക്ക് ഒരു മറയായിട്ട് ബർഗമാനും കുറസോവായൊക്കെ ഇരിക്കട്ടെ. മാപ്പിളെ, ഒരു പുതിയ മിശിയ ചരിത്രം കിട്ടാൻ വല്ല വഴിയുണ്ടോ? എടോ, ഈ ചരിത്രവും പുരാണവും ഒക്കെ ഇപ്പൊ TV സീരിയലുകാർ ഏറ്റെടുത്തിരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ പൊട്ടിപ്പിഴച്ചൊന്ന് എടുക്കാമെന്ന് വെച്ചാ നമ്മുടെ ഷക്കീലയും മറിയയും ഒക്കെ പിടിച്ച് തിരുവസ്ത്രം ഇടിക്കുന്ന കാലവാ. എന്നയ്യാ ഇത്? വാങ്ങൂടപ്പാ. തനിക്ക് ബാറ്ററി ഷിപ്പ് ഒട്ടെങ്കിനല്ലേ വേണ്ടത്? അണ്ണാച്ചി പാക്ക് പണി കൊടപ്പാ. ശരി. ഒരു അമേരിക്കൻ പാർട്ടി വന്ന് കൂടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പടം. ഒത്താ ഞങ്ങൾ അതങ്ങ് കാച്ചും. എന്താ, അഭിനയിക്കണോ? എല്ലാം ഇരിക്കല്ലേ. ഓനെ ഒരു പ്രാവശ്യം കളിച്ച സിനിമയില് ഒരു രീതി കുറവായിരുന്നു. ജപ്പാൻ ഭാഷ ആയതുകൊണ്ട് ആർക്കും മനസ്സിലായി. മാധവ, പുരാവസ്തുവാ.
പൊട്ടിപ്പറിക്കാതെ കൊണ്ടുവരണേ. അല്ല പടത്തിന്റെ കാര്യം പറഞ്ഞുള്ളതാണോ? ആ ആ ചില്ലറ എങ്ങോട്ട് പെട്ടിപ്പിടുകയാ. എന്നതാ അതില്? സിനിമാ പെട്ടി അതിന്റെ ഇടിപിടിയൊക്കെയാ. എന്തോ തൂക്കം വരും? ഒരാൾ തൂക്കം കൊടുക്കും. ഒരു മിത്രക്കരി. ഇത് ലഗേജ് കുറെ ഉണ്ടല്ലോ. 2 കൊലയും 3-4 വാഴ വിത്തുവാ. അഗ്രികൾച്ചറാ. ഇതങ്ങ് ശീലമാക്കല്ലേ. പിന്നെ താറാമുട്ടയാ. ഇതിന് നാടോട്ട് പോവാം. ചെറിയ പട്ടി കച്ചവടം ഉണ്ടേ. സൈഡാ. ആ എന്നാ ആ പാട്ടുകാരി അടിച്ചു മാറ്റിയത്. ആ ഗാങ്ങിലെയാ ഇരിക്കുന്ന ഒരുത്തൻ. ഇങ്ങോട്ട് ഇടിഞ്ഞില്ല, അതിനുമ്പ് ട്രെയിൻ ചെയ്ത് വിട്ടോളും. എന്തായി കാണിക്കുന്നത്? അസുഖമുള്ള കുട്ടിയാ. ഓഹോ, അപ്പൊ കൂടെ വേറെ ആൾക്കാരും ഉണ്ടല്ലേ? എല്ലാം ഒറ്റ ബാച്ചാ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയല്ലേ. കട്ടവനെ കണ്ടില്ലേ കണ്ടവനെ വില കയറാം. ആവശ്യമില്ലാതെ അലമ്പുണ്ടാക്കല്ലേ. ഒരു ചുഴലിക്കാരനവൻ. എനിക്കറിയാവുന്ന കുട്ടിയുരുമി നിന്ന് പറഞ്ഞില്ലല്ലോ. തന്റെ പേഴ്സും കൊണ്ട് മുങ്ങിയതാ പാട്ടുകാരത്തി. വേണേ വെള്ളത്തിനോടൊന്നും ചാടി നോക്കും. खादेला दियो എന്നെ मुझे भूख लगी है ये खादेला दियो ആണ്ട്രാ. പിന്നെ അതന്നെ. എന്റെ കൊച്ചിനെ എനിക്ക് മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയും தெரியாது. मुझे भूख लगी है कि खादेला दियो. ഓ അതാണോ നീ ഇത്രയും ദിവസം പറഞ്ഞോണ്ടിരുന്നേ? ആഹാ. എന്നാ ബുക്ക് ബുക്ക് അതെന്നതാടാ? സാറേ മുടിഞ്ഞ വെയിറ്റാ. ഒന്നീ വന്നേ. എന്നതാണേലും വല്ല മാഞ്ചു കഴിച്ചു. മാധവാ ഫോക്കസ് ഇല്ലടാ. ഇപ്പൊ തരാശനെ ഒരു സെക്കൻഡ്. ആ മതിയിടാ. ഇപ്പൊ കൊള്ളാം. പിള്ളച്ചേട്ടന് എന്നായിരിപ്പാ കളി തുടങ്ങി അറിഞ്ഞില്ലയോ? നമ്മള് കാണാത്ത സിനിമയോ? ഇത് പൂട്ടിക്കെട്ടാറായല്ലോ. വന്നു ആളുമില്ല അനക്കോയില്ല. നഞ്ചെന്തിനാ നാനാഴി? ഉള്ളത് തന്നെ അധികല്ലേ. ബൊളീവിയൻ കാട്ടിലെ രക്തസാക്ഷികളെ ഓർത്ത് പുട്ടടിച്ച് നടക്കുന്നവന്മാരാ. മൂത്ത വിപ്ലവം. എനിക്കിത് നിർത്താൻ പറ്റുമോ? സൊസൈറ്റിക്ക് ഇഷ്ടമുള്ളതെന്നായി പോയില്ലേ എന്റെ പേര്. എന്റെ കമന്ററൊക്കെ ഇപ്പൊ പുളുവാന്നു. ആവർത്തന വിരസത. പിന്നെ സിനിമയുടെ റീല് മാറി കളിച്ചിട്ട് അറിയാത്ത വിദ്വാന്മാരാ. റീല് മാറിയതല്ലേ ചേട്ടാ, ഒരു റീല് കുറവായിരുന്നു. ഓ അങ്ങനായിരുന്നു. കിനാവള്ളി പോലെ കൂടിയേക്കോ. ഒന്ന് അയഞ്ഞു കൊടുത്തപ്പോ കയറി കയറി കൊത്തുവാ. മേലാൽ എന്റെ കണ്ണുമെട്ടത്ത് കണ്ട പിടിച്ച് കാലിൽ താക്കും ഞാൻ. പൊക്കണോ എവിടെങ്കിലും. ആ കളി കഴിഞ്ഞോ?
അടുപ്പിച്ചോടാ. എത്തിപ്പോയി. ആ मुझे कान में किक दिन दो तो बताए दिन दो मुझे दुखे दो അതങ്ങ് ഓഫ് ചെയ്തു. ലോക വിപ്ലവ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേൾഡ് ക്ലാസിക് ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. കലാസൃഷ്ടിയിലെ പ്രമേയം, അന്തസത്ത, ആശയം എന്നിവ കലാകാരന്റെ ആശയങ്ങളും വികാരങ്ങളും പ്രാണനുമായി ജൈവപരവും പൂർണ്ണവുമായ താരതമ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ കലാസൃഷ്ടിക്ക് ജീവൻ കൈവരിക്കുവാനും യഥാർത്ഥമായ വികാര തീവ്രതയുടെ ശിഖരങ്ങളിൽ വൈകുന്നേരം വരെ ജെട്ടി കാത്തു കെട്ടി കിടന്നിട്ടോ കരക്കത്തണ്ടേ? വടക്കെങ്ങാണ്ട് പോലീസുകാര് കള്ളു പിടിച്ച് വണ്ടി ഓടിച്ച ഡ്രൈവറെ തല്ലിയെന്ന്. ഇച്ചിരി കള്ളു കുടിച്ചെന്ന് വെച്ച് പോലീസുകാര് ഡ്രൈവറെ കയറി അങ്ങനെ അങ്ങ് തല്ലാവും. അയ്യടാ, അതാ ഇപ്പൊ കുഴപ്പമായ. നല്ല രസ്യ മീൻകറി. വളകറിയാ? തിരിഞ്ഞെടുത്ത് വാളത്തലെ അളിയനും കൊടുക്കില്ലെന്നാ. കായ്പേട്ടോ, കാറ്റ് പടിഞ്ഞാറൊക്കെ വീശുന്നുണ്ട്, വേണേ വന്നൊന്ന് അടിച്ചോ. ഞാൻ നേരത്തെ വന്ന് മോന്തിയായിരുന്നു. ആ നീങ്ക താനെയാ നമ്മ ശിഷ്യ. ഇപ്പഴല്ലേ എന്റെ ഡിങ്കോൽഫിക്കേഷൻ ഒത്തേ. നമ്മുടെ പെരുന്നാളിന്റെ ഷുലിന്റെ കുഴപ്പമാവോ? അതിനെ വാങ്ങിച്ചേട്ടാ, പുതിയ മിശിക ചരിത്രം ഒന്നും കിട്ടിയില്ലയോ? ഓ, ആ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നേ ഇപ്പൊ പൂത്തുമ്പിക്കും കിന്നാരത്തുമ്പിക്കും പാറ്റയ്ക്കും പറവക്കും ഒക്കെ ഡിമാൻഡ്. ജനത്തിന് ഇപ്പൊ അതൊക്കെ മതിയുന്ന നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ എങ്ങനെ പുള്ളി ധ്യാനം കൊടുത്ത പാർട്ടി. അപ്പൊ പിന്നെ അത് നടക്കുക. ഇല്ലെങ്കിൽ ഒരു പുള്ളി അടിച്ചു കൊടുത്ത കാര്യം സാധിക്കാൻ പറ്റും. ഇത്തവണ എന്തായാലും ഫിലിം ഷോ വേണ്ടതാ യുവജന സഖ്യത്തിലെ പിള്ളേർ പറയുന്നതേ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. 5-8 കൊല്ലമായിട്ട് മുടങ്ങാതെ നടക്കുന്ന എന്റെ ഫിലിം ഷോ ഇല്ലാതെ പെരുന്നാൾ നടക്കുന്ന എനിക്കൊന്ന് കാണുമല്ലോ. ഞാൻ എന്റെ പെമ്പളെയും മോളെയും കൂട്ടി വന്ന് പുണ്യാളത്തിന്റെ നടയിലേ സത്യാഗ്രഹം ഇരിക്കും. നീ നോക്കിക്കോ. എന്റെ മാഞ്ചേട്ടൻ ഒന്ന് അടങ്ങ്, ഞാൻ വെറുതെ മൂപ്പിക്കാൻ പറഞ്ഞല്ലോ. നിനക്കറിയത്തില്ലടാ എന്റെ തരണം. അയ്യേ ചേ, മാഞ്ചേട്ടൻ ചുമ്മാ കള്ളു കുടിച്ച രസം കളയാതെ. ആ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനൊന്നെടു തലക്കേ. നീതാൻ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മനോ ഉന്മീത് കുറ്റം സാധിക്കറേ. கிஸ்தி திரை வரி வட்டி வானம் பொழிகிறது, பூமி விளைகிறது, உனக்கு ஏன் கொடுப்பது கிஸ்தி? எங்களோட வயலுக்கு வந்தாயா, ஏத்த மரத்தாயா, நீர்ப்பாய்ச்சி நெடுவயல் நிறைய கண்டாயா, நாட்டு நட்டாயா, களவரைத்தாயா, களறி வாழ்வுள்ளவருக்கு கஞ்சி களஞ்சியம் சுமந்தாயா, அங்கே கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைச்சு படிப்பைத்தாயா, அல்லது நீ மாமனா மச்சானா? நாணம் கெட்டவனே, எதுக்கு கேட்கிறாய் திரை, யார் கேட்கிறாய் வரி? ശിവാജി ഗണേശൻ ഇപ്പൊ വെള്ളത്തിലേക്ക് മലന്നേനെ. മണം പിടിച്ച് പിടിച്ച് പൂച്ച വള്ളത്തിലും വന്നോ? കൊച്ചു കഴിവറി, നീ ഇവിടെ പണ്ടിവരൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. ഒന്ന് പതുക്കെ ചവിട്ടണ്ടേ അലിയാമേ, അതെല്ലാം കൂടെ ഇടിഞ്ഞു പറഞ്ഞ് വീഴും. പാലത്തെ തന്നെ ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് കേൾക്കും.